ഹായ്, എൻ്റെ പേര് ആൻമരിയ ബിഷ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇവരുടെ കഥയാണ്. കളത്തിപ്പറമ്പിൽ പീറ്ററിൻ്റെയും കല്ലതറ വീട്ടിലെ അന്നക്കുട്ടിയുടെയും കഥ. ഇവർ തമ്മിൽ ഏകദേശം ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഒരു തോടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിച്ചിരുന്ന 2 കുടുംബങ്ങൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ സ്മാർട്ടായി ചെയ്യുന്ന അന്നക്കുട്ടിയെ ബേബി പാപ്പന് ഇഷ്ടമായി. കല്യാണം ആലോചിക്കുന്നു. വീട്ടുകാർ അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നു. കൂലിപ്പണി ചെയ്തും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരുമിച്ച് സഹിച്ച് അവർ അവരുടെ ജീവിതം ആരംഭിക്കുന്നു. ആ ജീവിതത്തിലേക്ക് ഇസഹാക്കിനുണ്ടായ പോലെ 2 ആൺകുട്ടികൾ. പിന്നെ അവരുടെ ആത്മീയ കാര്യങ്ങൾ, വിദ്യാഭ്യാസം ഒക്കെയായി അവരുടെ ഉത്തരവാദിത്തങ്ങൾ. ഇതിനിടയിൽ ഈ ദമ്പതികൾ എത്രയോ വട്ടം ഇന്നും കൂടി അവർ പരസ്പരം കലഹിച്ചിരിക്കുന്നു, കളിയാക്കിയിരിക്കുന്നു, കുറ്റം പറഞ്ഞിരിക്കുന്നു. എങ്കിലും ദിവസത്തിൻ്റെ അവസാനത്തിൽ ഇവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ കൂട്ടായി തന്ന ദാസിക്ക് ആരോഗ്യവും ആയുസ്സും കൊടുക്കണമേ എന്ന് അപ്പനും കൂട്ടായി തന്ന ദാസന് ആരോഗ്യവും ആയുസ്സും കൊടുക്കണമേ എന്ന് അമ്മയും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. പരസ്പരം പ്രാർത്ഥിക്കുന്ന 2 വ്യക്തികൾ, അവരുടെ കുഞ്ഞു കുടുംബം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ചു നിൽക്കുമെന്ന് എവിടെയോ കേട്ട പോലെ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 40-ലേറെ വർഷത്തിലേറെയായി. എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. പരസ്പരം പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിലെ മൂത്ത പുത്രൻ്റെ ഭാര്യയായി 7 വർഷങ്ങൾക്ക് മുമ്പ് വന്നു കയറിയ ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു. പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലെ മകളായി എന്നെ അയച്ചതിന് ഞാൻ ഈശോയ്ക്ക് ഇന്നും നന്ദി പറയുന്നു. എനിക്കിതിൻ്റെ അമ്മായിയമ്മയുടെയും അമ്മായിയച്ഛൻ്റെയും കഥയല്ല. ഇതെൻ്റെ ചാച്ചാജിയുടെയും അന്നക്കുട്ടിയമ്മയുടെയും കഥയാണ്, ജീവിതമാണ്. ആ ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രം. വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ പിരിയുന്ന യുവദമ്പതികളുടെ എണ്ണം കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതവും പ്രാർത്ഥനയും, ഒരുമിച്ച് നിൽക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ കാണിക്കുന്ന ഇവരുടെ ജീവിതവും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കൂടുമ്പോൾ ഇമ്പമുള്ളതാവട്ടെ കുടുംബങ്ങൾ എന്ന പ്രാർത്ഥനയോടെ ഇനിയും നമ്മുടെ കഥകൾ തുടരുന്നു. സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.